നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ മത്സരിക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പ്രചരണം കൊഴുക്കുമ്പോൾ തമിഴകത്ത് നിന്നും മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അണ്ണാമലൈ കോയമ്പത്തൂരിൽ നിന്നും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ CPM അവരുടെ സിറ്റിംഗ് സീറ്റാണ് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൽ നിന്നും CPM പിന്മാറി പകരം ഈ സീറ്റ് DMK-ക്ക് നൽകി എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോയമ്പത്തൂരിൽ DMK ആയിരിക്കും ഇത്തവണ മത്സരത്തിന് ഇറങ്ങുക. പകരം DMK-യുടെ സിറ്റിംഗ് സീറ്റായ ദിണ്ടിഗൽ CPM-ന് നൽകിയിട്ടുമുണ്ട്. അണ്ണാമലയുടെ ജനസമ്മതിക്ക് മുന്നിൽ CPM ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം എന്നുള്ള DMK-യുടെ ആശങ്കയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിന്നിൽ എന്നുകൂടി റിപ്പോർട്ടുകൾ പറയുന്നു. തമിഴ് മണ്ണിൽ BJP-യെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന അണ്ണാമലയെ തോൽപ്പിക്കുക എന്നതാണ് DMK-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അനുയായിയായ പളനിവേൽ ത്യാഗരാജൻ അദ്ദേഹം ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിന് പിന്നിൽ ഈ അണ്ണാമലൈ പുറത്തുവിട്ട DMK ഫയൽസിലെ വോയിസ് ക്ലിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല DMK സർക്കാരിലെ ശക്തരായ 2 മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടതിന് പിന്നിലും ഈ അണ്ണാമലൈ നടത്തിയ പോരാട്ടം തന്നെയായിരുന്നു. അദ്ദേഹം DMK ഫയൽസ് എന്ന പേരിലാണ് ഈ DMK-യുടെ അഴിമതി കഥകൾ മുഴുവൻ രാജ്യത്തെ അറിയിക്കുന്നത്. എന്തായാലും സിറ്റിംഗ് സീറ്റിൽ CPM ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവും. ഒരു പരാജയ ഭീതി ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ കോയമ്പത്തൂരിൽ നിന്നും CPM ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കോയമ്പത്തൂർ പൊതുവെ BJP-ക്ക് വേരുകളുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ കമൽ ഹസന്റെ മക്കൾ നീതി മയ്യം മത്സരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ശക്തമായിരുന്നു എങ്കിൽ പോലും പിന്നീട് കമൽ ഹസന്റെ പാർട്ടി മത്സരിക്കുന്നില്ല. പകരം DMK-ക്ക് വേണ്ടി പ്രചരണം നടത്തും. കമൽ ഹസൻ അതിന്റെ താരപ്രചാരകനായിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ അണ്ണാമലൈ എത്തിയേക്കുമെന്നും അതുകൊണ്ടാണ് CPM ഇവിടെ നിന്നും പിൻവാങ്ങിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. നിലവിൽ എന്തായാലും തമിഴ്നാട്ടിലെ BJP-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. ഇനിയും ചില സീറ്റുകളിലൊക്കെ പ്രഖ്യാപനം നടത്താനുണ്ട്. വരും ദിവസങ്ങളിൽ BJP ഏറെ പദ്ധതികൾ മെനയുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും അതിനോടൊപ്പം തന്നെ കർണാടകയിലുമൊക്കെയുള്ള സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പുറത്തിറക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും കോയമ്പത്തൂരിലെ CPM-ന്റെ പിന്മാറ്റം വലിയ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ടീം മലയാളം.